ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കാലുകൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു 5 വർക്കൗട്ടുകൾ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു 5 വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം നമ്മുടെ കാലുകൾക്ക്, നമ്മുടെ തുടകൾക്ക്, നമ്മുടെ ഹാംസ്ട്രിങ്ങിന്, നമ്മുടെ കാഫ് മസിലിനൊക്കെ ആക്ടിവേഷൻ തരുന്ന 5 വർക്കൗട്ടുകൾ, നിങ്ങളുടെ മുട്ടുകളെയൊക്കെ, കാൽമുട്ടുകളെയൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് വാമപ്പ് ചെയ്യണം. ഓക്കെ, കാലുകൾക്ക് വാമപ്പ് ചെയ്യണം. ഇതേ കണക്ക് നിങ്ങൾക്ക് നിന്നിട്ട് കാല് നിങ്ങൾക്ക് ഇതിനക്ക് കണ്ടില്ലേ, ഇത് കണക്ക് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. നിങ്ങളുടെ പാദങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാല് ഇതേ കണക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ വാമപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ബിഗിനറാണ്, നിങ്ങളൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് ആയതുകൊണ്ട് നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാമപ്പ് ചെയ്യാം. ഇതേ കണക്ക് കാലുകൾ സൈഡിലോട്ട് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാം, സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട്. ഓക്കെ, അതിനുശേഷം അടുത്ത സൈഡിലോട്ടും നമുക്കിങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ വാമപ്പ് ഉൾപ്പെടെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്ത് കാണരുത്. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് മുമ്പിലോട്ടും പുറകോട്ടും ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാം കാലുകൾ. ഈ വാമപ്പ് സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോകാം. 5 വർക്കൗട്ടുകളാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ പതിയെ സാവധാനത്തിൽ നിങ്ങൾ പരിശീലിച്ച് നിങ്ങൾ കൃത്യമായ ഫോമിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, നമ്മൾ ബാക്ക് ലഞ്ചസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ പുറകോട്ട് കൊണ്ടുപോയിട്ട് ഇതേ കണക്ക് കണ്ടില്ലേ, വീണ്ടും അടുത്ത കാല്. ഇതേപോലെയാണ് നമ്മൾ ലഞ്ചസ് ചെയ്യേണ്ടത്. ബാക്ക് ലഞ്ചസ് ആണിത്. ഓക്കെ, ഇത് നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുട്ടുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് തന്നെ നമ്മുടെ ഹാംസ്ട്രിങ്ങിനും തൈസിനും ഒക്കെ നല്ല ആക്ടിവേഷൻ തരുന്ന അടിപൊളിയൊരു വർക്കൗട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ ഒരു 12 റപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 12 റപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ട് ഏതെന്ന് നോക്കാം. രണ്ടാമത്തെ വർക്കൗട്ട് സൈഡ് സ്ക്വാട്ട് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഇതേ കണക്ക് കാലുകൾ അല്പം അകത്ത് നിൽക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതേപോലെ പതുക്കെ സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങളുടെ കാലുകൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെച്ച് ആവുന്ന കാല് നല്ല സ്ട്രെയിറ്റ് ആവാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഒരു കാലിൽ ഒരു 12 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുക. നിങ്ങളങ്ങനെ ഒരു 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ ചെയ്യാം. നിങ്ങളുടെ ബോഡി പോസ്ചറൊക്കെ കൃത്യമാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ കാലുകൾക്ക്, മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ കാലിനൊന്നും വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് കാലുകൾക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ശീലമാക്കി മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് സുമോ സ്ക്വാട്ട് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. ഓക്കെ, സുമോ സ്ക്വാട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാലുകൾ ഇതേപോലെ അകത്തി ഇങ്ങനെ നിൽക്കാം. അതിനുശേഷം ഇതേപോലെ ചെയ്യാം. 3 കണ്ടില്ലേ, സ്ലോ മൂവ്മെൻറ്റ്സിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്, നിങ്ങളുടെ തൈ ഭാഗം, അതിനൊക്കെ നിങ്ങളുടെ ഇന്നർ തൈസിനൊക്കെ നല്ല സ്ട്രെങ്ത് തരാൻ, നല്ല ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്കൊരു 12 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്കൊരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ വർക്കൗട്ടുകളൊന്നും തന്നെ ഈ വീഡിയോയിൽ പറയുന്നില്ല, വെറും 5 വർക്കൗട്ടുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു വർക്കൗട്ട് അടിപൊളി വർക്കൗട്ടാണ്. ഇതും നിങ്ങൾ ഉൾപ്പെടുത്തുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാഫ് മസിലിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, കാഫ് മസിലിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ കാഫ് മസിൽ. അപ്പോൾ കാഫ് മസിലിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതേ കണക്ക് എവിടെയെങ്കിലും പിടിച്ച് നിന്നതിന് ശേഷം ഇതേ കണക്ക് ഞാൻ ചെയ്യുന്ന കണക്ക് കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊരു 12 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 സെറ്റ് നിങ്ങൾക്ക് ആവർത്തിക്കാം. നിങ്ങൾ ഇതെനിക്ക് മുകളിലോട്ട് ഉയരുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യണം. നമ്മുടെ കാഫ് മസിലിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. ഇത് നമ്മുടെ കാഫ് മസിലിലോട്ടൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ തരാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ്. മുട്ടുവേദന ഉള്ളവർക്കൊക്കെ പരിശീലിക്കാൻ പറ്റിയ അടിപൊളി ഒരു വർക്കൗട്ടാണ്. നീ സ്ട്രെങ്തനിങ് എക്സസൈസാണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 12 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ
നിങ്ങൾ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ വർക്കൗട്ടുകളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ മറിഞ്ഞു വീഴാം, നമുക്ക് ഇഞ്ചുറീസൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂട്ട്സിനും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫ്ലോറിൽ കിടന്നതിന് ശേഷം കാലുകളുടെ ഇതേ കണക്ക് അല്പം ഉയർത്തി വെക്കാം. ഞാൻ ഈ കിടക്കുന്ന കണക്ക് അതിനൊക്കെ ഉയർത്തി വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ തറയിൽ നല്ല രീതിയിൽ അമർത്തി പിടിക്കുക ഇതേപോലെ. അതിനുശേഷം നിങ്ങളുടെ ഹിപ്പ് ഭാഗം ഇതേ കണക്ക് നിങ്ങളുടെ അരക്കെട്ട് ഭാഗം മുകളിലോട്ട് പതുക്കെ ഒന്ന് ഉയർത്തി കൊടുക്കുക ഇതേപോലെ. ഇത്രമാത്രം. 2 സാവധാനത്തിൽ താഴോട്ട് വരിക. 3 കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഈ വർക്കൗട്ട് നമ്മുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂട്ട്സിനും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഈ ഒരു വർക്കൗട്ടും നിങ്ങൾ ചെയ്യുക. അപ്പം 5 വർക്കൗട്ടുകളാണ് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. ഈ 5 വർക്കൗട്ടുകൾ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും, നിങ്ങളുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അതേ കണക്ക് പുതിയതായിട്ട് കയറി കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ സന്ദർശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ഇതേ കണക്കുള്ള പുതിയ ഫിറ്റ്നസ് അറിവുകൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഫിറ്റ്നസ് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.